മതിയമ്മു. സൂപ്പർ. എവർലാസ്റ്റിങ്ങിന്റെ ഫ്ലവർ ഇങ്ങനെ വഴി കണ്ടപ്പോ പറിച്ച കണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ. നമ്മുടെ വൈബിനോട് ചേരുന്ന ഒരു പാർട്ട്ണറെ കിട്ടുമ്പോഴാണ് വിവാഹം മനോഹരമാകുന്നത്. അല്ലാതെ ഒരുപാട് ക്വാളിറ്റീസ് ഒന്നും പാർട്ട്ണറിന് ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന, പരിഗണിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ ബാക്കിയെല്ലാം ബാലൻസായി മാറും. ആഴത്തിനുള്ള ബന്ധത്തിന് സത്യസന്ധത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്ട്രോബെറി തോട്ടത്തിലാണ് ഞങ്ങള്. ഇനിയിപ്പം നമ്മുടെ പാർട്ട്ണറിന്റെ വൈബിനോടൊക്കെ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കണ്ണടച്ച് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ താനെ അങ്ങ് ശരിയായിക്കോളും. പൈൻ കായ്കൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈൻ കായ്കൾ. ശരിക്കും ഞങ്ങളൊരു യാത്രയിലൊക്കെ പോകുമ്പോൾ ഒരു 4 പ്രാവശ്യങ്ങളും കാറ് നിർത്താറുണ്ട്. ഇതുപോലെ വഴിയിൽ പൂക്കളോ കൊമ്പുകളോ കായ്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പെറുക്കും. അപ്പോൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ് എൻ്റേത്. എൻ്റെ ഈ ചെറിയ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെ എനിക്ക് പരിഗണിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മളൊരു ലൈഫ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുമ്പോഴാണ് നമുക്ക് ഒരു തൃപ്തികരമല്ലാതായി പോകുന്നത്. പ്രതീക്ഷകളില്ലാതെ നമ്മളൊരു ലൈഫിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും അവിടെ എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് യാത്രകൾ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതിനുമായിട്ട് നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. ഇതെല്ലാം കിട്ടുന്നുണ്ടോ? പെർഫെക്റ്റ് ആയിട്ടൊരു ലൈഫ് പാർട്ട്ണറെ നമുക്ക് കിട്ടാനേ പോകുന്നില്ല. അപ്പോൾ ഉള്ള കുറവുകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഏക പോം വഴി. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു. കിട്ടിയോ? ഒരു ഫോട്ടോ എടുക്കുക.